ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു ബ്രഞ്ച് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രഷൊക്കെ ആയി വേഗം അടുക്കളയിലേക്ക് വന്നു. വിശക്കണുണ്ടായിരുന്നു നന്നായിട്ട്. അങ്ങനെ ഞാൻ ചായക്ക് വെള്ളം വെച്ചു. ആദ്യം ഞാൻ അങ്ങനെ ചായ ലവറൊന്നും അല്ലായിരുന്നു, ചായ വിരോധിയായിരുന്നു ഞാൻ. കോഫി മാത്രമേ കുടിക്കുള്ളായിരുന്നു. പക്ഷേ ഇപ്പം നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ചായ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ, കോഫി അങ്ങനെ എനിക്കിഷ്ടമല്ല. കോഫി ഞാൻ കുടിക്കാറേ ഇല്ല ഇപ്പോൾ. പക്ഷെ ചായ അതെനിക്ക് മസ്റ്റാണ്. രാവിലെ എണീറ്റിട്ട് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പോയൊരു ഫീലായിരിക്കും. അങ്ങനെ ഞാനൊരു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, ചായക്കും വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം പുട്ടിന് ഞാൻ വിചാരിച്ചു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല നേരമായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് തോല് പോക്കി അരിയാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ ഉള്ളി 2 പകുതിയാക്കി അതിൻ്റെ ആ ഒരു സാധനമല്ലേ അത് പോക്കണം. അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ അത് പൊക്കി നന്നായിട്ട് അങ്ങനെ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളി. എന്നിട്ടാണ് അരിയണത്. നന്നായിട്ട് നമ്മളവിടെ അരിയാന്നാണ് പറയുക, ഇനി വേറെ എവിടെയെങ്കിലും എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളവിടെ ഉള്ളി അരിയാന്നാണ് കേട്ടോ പറയാം. അങ്ങനെ ഉള്ളി നല്ല നേരമായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീനാക്കി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അവിടെ തക്കാളി ഉണ്ടായിരുന്നില്ല, വാങ്ങിയിട്ടില്ല തോന്നുന്നു അച്ഛൻ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് അത് അതിൻ്റെ മൊത്തിയൊക്കെ പോക്കിയിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതും നല്ല നേർമയിലാണ് കേട്ടോ അരിയേണ്ടത്. അങ്ങനെ അതും നന്നായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഈ 2 സാധനം എനിക്ക് ഓവറായിട്ട് ഒന്നിലിടുന്നത് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തു. അതും നന്നായിട്ട് വട്ടത്തിലാണ് കേട്ടോ അത് അരിയേണ്ടത്. വട്ടത്തിൽ നല്ല നേർമയിൽ അരിഞ്ഞെടുക്കുക. വട്ടത്തിലല്ല, സോറി, നീളത്തിലാണ് അരിയേണ്ടത്. നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇതൊക്കെ മുറിക്കുന്നതിന് മുന്നേ ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ കഴുകിയിട്ടാണ് എടുക്കുന്നത്. അടുത്ത് നമ്മൾ ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി നന്നായിട്ട് തോല് പോക്കിയിട്ട് കഴുകിയിട്ട് കുഞ്ഞു പീസായിട്ട്, അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞത്. പിന്നെ ഒറ്റൊരു വെളുത്തുള്ളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് അതേ ഇഷ്ടമുള്ളൂ. അതും അതിട്ടാലേ ടേസ്റ്റ് ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ഒറ്റയൊന്ന് മാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതും നന്നായിട്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ അതും തീർന്നിട്ടുണ്ട് ഗൈസ്, അച്ഛൻ ഇന്ന് വാങ്ങും. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് കടുകിടണം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി ഇടണം കേട്ടോ. നമ്മളിവിടെ ഞാൻ കടുകിടുന്നുണ്ട്, അമ്മ ഇടാറില്ല തോന്നുന്നു. ചില സ്ഥലത്തൊന്നും കടുക് ഇടൂല ഒന്നും ഉള്ളി വാട്ടുന്നതിൽ. പക്ഷെ ഞാൻ ഒരു വെറൈറ്റിക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഉള്ളി നന്നായിട്ട് നമ്മൾ വാട്ടണം കേട്ടോ. ഉള്ളി വാട്ടുമ്പം ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വാടി കിട്ടുന്നതാണ് പൊതുവേ ഒരിത്. അപ്പം ഞാനും അങ്ങനെ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉള്ളി വാട്ടുമ്പം ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ഇടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇടണം കേട്ടോ. അതൊന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയി. നമ്മളിട്ട് കുറച്ചൊരു തുള്ളി വെള്ളം, അത് ഭയങ്കര ഡ്രൈ ആണെന്ന് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം. എന്നിട്ടതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളി വാട്ടുന്ന സമയത്ത്. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും വേണം കേട്ടോ. അതൊക്കെ നിങ്ങളെ ആവശ്യത്തിനാണ് ഇടേണ്ടത്. ഞാനിപ്പോൾ ആകെ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എല്ലാ പൊടികളും ഇട്ടത് കേട്ടോ. അപ്പം അങ്ങനെ കരിയാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാനിട്ടത് മല്ലിപ്പൊടിയാണ്. ബാക്കി മുളക് പൊടി ഇതൊന്നും ഞാൻ അങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് ഇടുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മീൻ ഇങ്ങനെ ഞാനതിന് ഫുഡ് കൊടുക്കാൻ വിട്ടുപോയി. രാവിലെ എണീച്ചപ്പം തന്നെ ഫുഡ് കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ഫുഡ് കൊടുക്കാൻ വിട്ടുപോയി. സാധാരണ എണീച്ചപ്പം തന്നെ ഞാൻ കൊടുക്കും. അപ്പോൾ ഞാനപ്പം തന്നെ ഫുഡ് കൊടുത്തു. ഫുഡ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ മൂപ്പരിങ്ങനെ നോക്കിക്കും. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഒരു മുട്ട ഞാൻ പകുതി ആക്കിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ മേലെ ഇങ്ങനെ നന്നായിട്ട്
ഉള്ളിലേക്ക് എരിവ് പിടിക്കുന്ന രീതിയിൽ ഫുള്ള് ഇങ്ങനെ വരണ്ടിയിട്ട് ആണ് ഞാൻ മുട്ട ഇടുന്നത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് മുട്ട ഇട്ടിട്ടും കുറച്ചുകൂടെ നമ്മൾ ഇളക്കണം, എന്നാലേ അതിലേക്കൊക്കെ എരിവ് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ മുട്ട വരെ ഉള്ളി വരെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി അതൊന്ന് മാറ്റി ചെറിയ അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് ഇതിലേക്ക് നമ്മളെ ചായ വെച്ചു ഞാൻ അവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്തു. എനിക്ക് അപ്പം ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ എന്തോ ഇറിറ്റേഷനാണ്. അപ്പം കൈ കഴുകണം, അങ്ങനത്തെ കുറച്ച് ഭ്രാന്തുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് പുട്ടാണ്, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളതാണ് എനിക്ക്. അങ്ങനെ ഞാനൊരു കഷ്ണം പുട്ടെടുത്തു. പിന്നെ അതിലേക്ക് ഇനി നമുക്ക് നമ്മളെ മുട്ട റോസ്റ്റ് അതിടാം. പുട്ടും മുട്ട റോസ്റ്റും അടിപൊളിയാലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പുട്ടും കടലയാണ് കുറച്ചുകൂടെ ഏറ്റവും ഫേവറേറ്റ്, അതാണ് കേട്ടോ. പിന്നെ മുട്ടയും മുട്ട റോസ്റ്റും പുട്ടും കഴിക്കും കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. ചായൻ്റെ പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇടണം. ഞാൻ അങ്ങനെയാണ് ചായ ഉണ്ടാക്കാറ്. ആദ്യം പാലും വെള്ളം തിളപ്പിക്കും, എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടെ തിളപ്പിക്കും, എന്നിട്ട് അതിലേക്ക് ചായപ്പൊടി ഇടും, എന്നിട്ട് ഒന്നുകൂടെ തിളപ്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് ഒന്ന് തിളയ്ക്കണം, എന്നിട്ടാണ് നമ്മൾ ചായപ്പൊടി കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ടൈം വേണം എനിക്കൊരു ചായ ഉണ്ടാക്കണമെങ്കിൽ. ആർക്കും എൻ്റെ ചായ കുടിക്കാൻ ടൈം എടുത്തിട്ടാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ചായ കുടിക്കാൻ ആരും വെയിറ്റ് ചെയ്യാറില്ല, അവരെന്നെ ഉണ്ടാക്കി കുടിക്കുക. ബിക്കോസ് ഞാൻ കുറേ ടൈം എടുക്കും ചായ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ചായയൊക്കെ തിളച്ചു. നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ചായ നമ്മളെ പാത്രത്തിലേക്ക് ആക്കാം. തരിപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചായ തരിച്ചിട്ട് ചായ കുടിക്കണം ഗൈസ്. വിശന്നിട്ട് വയ്യായിരുന്നു എനിക്ക്. ബട്ട് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ലാഗാവും എപ്പോഴും. അങ്ങനെ ഞാൻ ചായ ഒഴിക്കുകയാണ്. ചായ നന്നായിട്ട് തണിച്ച് കുടിക്കാനാണ് എനിക്കിഷ്ടം, ചൂടോടെ കുടിക്കാൻ എനിക്കിഷ്ടമില്ല. ഓവറായിട്ട് തണിയരുത്, പക്ഷെ എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് തണിയണം കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഇട്ടു, കപ്പെടുത്തു, നമ്മളെ ചായ ഒഴിച്ചു. നല്ല പതഞ്ഞ് വരണം എനിക്ക്. അങ്ങനെ പതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായയും പുട്ടൊക്കെ എടുത്തിട്ട് പോവാം. TV കാണണം, TV കണ്ടുകൊണ്ട് ചായ കുടിക്കണം. അങ്ങനെ ഞാൻ എന്തൊക്കെ TV ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ.